ഞാനിപ്പം എൻ്റെ കരിയറിൽ സത്യം പറഞ്ഞാൽ ഒരു 10-30 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ യെസ്. ചെറുതും വലുതുമായിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ. വികൃതി എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ചെറിയ സീൻ, എനിക്ക് തോന്നുന്നു 2 സീൻ എങ്ങാണ്ടേ ഞാനുള്ളൂ. പക്ഷെ ആ സിനിമയുടെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറാണ്. അപ്പൊ അത് വന്ന് പറയുമ്പോൾ സാധാരണ എനിക്കറിയില്ല, ഞാൻ എൻ്റെ തുടക്ക സമയത്ത് എപ്പോഴും പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു ഹീറോയിൻ ആയിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഒരു അജണ്ട വെച്ചിട്ടുള്ള ആളല്ല ഞാൻ. നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഫേവറേറ്റ് ഹീറോ ആരാ, അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും മുരളി ചേട്ടനെയും തിലകൻ ചേട്ടനെയും പറയാറുള്ളൂ. എപ്പോഴും എൻ്റെ ഒരു ഇതാ. പിന്നെ ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജഗതി ചേട്ടനാണ്. അവരൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ വേഴ്സറ്റൈലും ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാനറിസം ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സിനിമയിലുള്ള സാധനം ആയിരിക്കില്ല വേറൊരു സിനിമയിൽ. അതെ. അപ്പോ എനിക്കപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഹീറോയിൻ ആയിട്ട് വരുന്ന, പിന്നെ എന്നിലേക്ക് വരുന്ന ചോയ്സസും കുറവാണ്. കാരണം മേ ബി ഞാൻ ചിലപ്പോൾ ഈ ലുക്കിൽ തന്നെ ലോക്ക്ഡ് ആയിരിക്കാം. ആൾക്കാർക്ക് ചിലപ്പം എന്തുകൊണ്ട് ഈ ഫീമെയിൽ സെൻട്രിക് ഹീറോയിൻ ലീഡ് സാധനങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് വേറൊരു ലുക്കിൽ തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവാത്ത കാര്യങ്ങളുണ്ടാവാം.